ഗാന്ധിജി ജനിച്ചത് എന്ന് എവിടെ വെച്ചായിരുന്നു? 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ വച്ച്. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? പിതാവ് കരംചന്ദ്, മാതാവ് പുത്ലിബായ്. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി. ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെയാണ്? കസ്തൂർബായ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം. ബീഹാറിലാണ് ഈ സമരം നടന്നിട്ടുള്ളത്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥം? ഭഗവത്ഗീത. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? 1922 ജയിൽ വാസത്തിനിടയിലായിരുന്നു ആത്മകഥ എഴുതിയത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി ഭാഷ. ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത? എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? കെ രാമകൃഷ്ണപിള്ള. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടു ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡി യാത്ര. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത് എന്ന്? 1915 ജനുവരി 9. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ജീവിത കാലയളവ്? 1869 ഒക്ടോബർ 2 മുതൽ 1948 ജനുവരി 30 വരെ. ഒക്ടോബർ 2 അന്താരാഷ്ട്ര തലത്തിൽ ഏത് ദിനമായി ആചരിക്കുന്നു? അഹിംസാ ദിനം. ഇംഗ്ലണ്ടിലേക്ക് നിയമ പഠനത്തിനായി ഗാന്ധിജി തിരിച്ച വർഷം? 1888. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം? ദക്ഷിണാഫ്രിക്ക. ജനുവരി 9 ഏത് ദിനമായി ആചരിക്കുന്നു? ഭാരതീയ പ്രവാസി ദിനം.
ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്? 21 വർഷം. മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി? ഒരു തവണ. 1924 കോൺഗ്രസിന്റെ പ്രസിഡന്റായി മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നത്. ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന 2 പ്രധാന ആദർശങ്ങൾ: സത്യം, അഹിംസ. ഗാന്ധിജിയുടെ 2 പ്രധാന സമര മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സത്യാഗ്രഹം, നിസ്സഹകരണം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ദണ്ഡിയാത്ര നടന്ന വർഷം 1930. ഗാന്ധിജി എത്ര വട്ട സമ്മേളനങ്ങളിൽ പങ്കെടുത്തു? 1. ഒരു വട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. എത്രാമത്തെ വട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? 2ാമത്തെ. ആകെ എത്ര വട്ട സമ്മേളനങ്ങൾ നടന്നു? 3 തവണ. 1930, 1931, 1932. ഗാന്ധിജി സബർമതി ആശ്രമം ആരംഭിച്ചത് എവിടെയാണ്? അഹമ്മദാബാദ്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ആര്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി 30 ഏത് ദിനമായി ആചരിക്കുന്നു? രക്തസാക്ഷി ദിനം.